നമോ ഭഗവതേ വാസുദേവായ. ദശകം 11, ശ്ലോക 3. ഭവദ്ദൃക്ഷൂൻ ഭവനം വിവീക്ഷൂൻ ദ്വാസ്ഥൗ ജയകതാൻ വിജയക അപി അരുന്ധാം തേഷാം ച ചിത്തേ പദം ആപകോപ സർവം ഭവത് പ്രേരണയാ ഏവ ഭൂമൻ. ഭവത് ഭഗവാന്റെ, ദിദൃക്ഷൂൻ കാണുവാൻ, ഭവനം ഗൃഹത്തിനകത്ത്, വിവിക്ഷൂൻ കടക്കാൻ ആഗ്രഹിക്കുന്ന, ദ്വാസൗ ദ്വാരപാലകന്മാർ, ജയസ്ഥാൻ ജയൻ എന്ന പേരുള്ള, വിജയ് വിജയൻ എന്ന പേരുള്ള, അഭ്യരുന്താം തടഞ്ഞു, തേഷാം സനകാദികൾ, ച അവരുടെ, ചിത്തെ മനസ്സിൽ, പദം സ്ഥലം, ആപ പിടിച്ചു, കോപം ദേഷ്യം, സർവം എല്ലാം, ഭവത് ഭഗവാന്റെ, പ്രേരണ ചെയ്യിപ്പിച്ചു, ഏവ എല്ലാം, ഭൂമൻ ഭഗവാൻ. ഈ ദശകത്തിൽ ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷന്റെയും ജനനത്തിനുള്ള കാരണമാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ആ സനകാദികൾ ഭഗവാനെ കാണുവാനുള്ള ആഗ്രഹം വളരെയധികം മനസ്സിലുണ്ടായി. അവർ വൈകുണ്ഠത്തിൽ എത്തുന്നു. അങ്ങനെ 6 മതിൽ കടന്ന് ആ വൈകുണ്ഠത്തിൻ്റെ വാതിൽക്കൽ ഭഗവാനെ കാണുവാൻ വേണ്ടി നിൽക്കുമ്പോൾ, ആ ഗൃഹത്തിനകത്തേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന അവരെ ആ ദ്വാരപാലകന്മാർ, ജയൻ വിജയൻ എന്നു പേരുള്ള അവർ തടഞ്ഞു. അപ്പോൾ സനകാദികൾ മനസ്സിൽ അവർക്ക് ദേഷ്യം സംഭവിച്ചു. സോ ഈ വിജയന്മാരുടെ ഈ പ്രവൃത്തി അവരുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് ദേഷ്യം വരികയും, അത് ഭഗവാന്റെ പ്രേരണ മൂലമാണ് ഈ ജയവിജയന്മാർ ഇങ്ങനെ പെരുമാറുന്നതും അതുമൂലം സനകാദികൾക്ക് ദേഷ്യം സംഭവിക്കുന്നതും. ഇതാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. ഭവദിദൃക്ഷൂൻ ഭവനം വിവീക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപക സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ശ്രീകരേ നമഃ ശ്രീകരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. താങ്ക് യു.